റാഗിങ്ങിനിരയെ കൊല ചെയ്യപ്പെട്ട സമാന വിഷയത്തെ പ്രമേയമാക്കി ബേപ്പൂർ മുരളീധര പണിക്കർ എഴുതിയ നോവൽ സിദ്ധാർത്ഥൻ എം.കെ. രാഘവൻ എം.പി. പ്രകാശനം ചെയ്തു. എഴുത്തുകാർക്ക് സ്വതന്ത്രമായി എഴുതാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്കാണ് കേരളത്തിൽ കാര്യങ്ങൾ പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. റാഗിങ്ങിനിടെ കൊല ചെയ്യപ്പെട്ട സമാനമായ വിഷയം പ്രമേയമാക്കി മുരളീധര പണിക്കർ എഴുതിയ സിദ്ധാർത്ഥൻ എന്ന നോവൽ വായനക്കാരിലെത്തുന്നു. എം.കെ. രാഘവൻ എം.പി. മാതൃഭൂമി ന്യൂസ് എഡിറ്റർ എം.പി. സൂര്യദാസിന് നൽകിയാണ് പ്രകാശനം ചെയ്തത്. സാഹിത്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ തന്റേതായ സാഹിത്യം സാമീപ്യം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ മനുഷ്യൻ ശ്രീ ബേപ്പൂർ മുരളീധര പണിക്കർ. അദ്ദേഹമാണ് ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത്. ഇതൊരു റാഗിംഗ് എന്നതിനപ്പുറത്ത് കേരളത്തിന്റെ വിവിധ കലാലയങ്ങളിൽ പല കാലഘട്ടങ്ങളിലും അരങ്ങേറുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമുള്ള ഒരുപറ്റം വിദ്യാർത്ഥികളുടെ ഒരു കേന്ദ്രമായി ഇന്ന് കോളേജുകൾ എല്ലാവരും കാണാൻ നോക്കിയിരിക്കുക. എഴുതാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യം, ആ സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് വന്നാൽ എവിടെയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം നിങ്ങളൊന്ന് ആലോചിക്കുന്നത്? മുരളീധര പണിക്കർ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള വസ്തുതകൾ ശേഖരിച്ചുകൊണ്ട് അവിടെ പോയി തയ്യാറാക്കിയ പുസ്തകമാണ്. അങ്ങനെ എഴുതാൻ നീ എന്തുകൊണ്ട് എഴുതുന്നതാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ സിദ്ധാർത്ഥന്റെ അനുഭവം നീ ഓർത്തോളൂ എന്നതാണ് ഈ നോട്ടീസിലെ ഒരു ഭീഷണി എന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഹോട്ടൽ അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ നവാസ് പൂനൂർ അധ്യക്ഷനായി. ലത്തീഫ് പറമ്പിൽ പുസ്തക പരിചയം നടത്തി. എം.പി. സൂര്യദാസ്, മുരളി ബേപ്പൂർ, ഗാനിയ മെഹർ, ഡോക്ടർ രേഷ്മ, ലിബി അക്ബർ, ഗണേഷ് പന്നിയത്ത്, ദേവരാജ് തച്ചറക്കൽ തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.